കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. ഹിറ്റ്ലറിന്റെ മനസ്സിലെ സങ്കടം എനിക്കറിയാം. പക്ഷെ എന്ത് ചെയ്യാനാ, സഹിച്ചല്ലേ പറ്റുള്ളൂ. സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചു. അതിന്റെ പേരിൽ ഇങ്ങനെ ടെൻഷനായിട്ട് എന്താ കാര്യം? ഹിറ്റ്ലറെ ഈ രാത്രി അതിന്റെ വഴിക്ക് അങ്ങ് പോവും. നാളെ നേരം വെളുക്കും, പകലും പോവും, പിന്നെയും രാത്രി വരും. സങ്കടങ്ങളൊക്കെ ഉള്ളിലുണ്ടെങ്കിലും നമുക്ക് ജീവിച്ചല്ലേ പറ്റുള്ളൂ. അതുകൊണ്ട് സമാധാനിക്കുക. ഒന്നുമില്ലെങ്കിലും ഗൂഗിൾ ഒരു ആൺകുട്ടിയല്ലേ, കുറച്ചൊക്കെ വേദന സഹിക്കാനുള്ള മനക്കരുത്ത് അവനുണ്ട്. നിനക്ക് അത് വളരെ വേഗം പറഞ്ഞു തീർക്കാൻ കഴിഞ്ഞു. പക്ഷേ അവരെന്റെ കുട്ടികളാ. ഇന്നുവരെ അവരുടെ ദേഹത്തൊരു പോറല് പോലും വീഴാൻ ഞാൻ സമ്മതിച്ചിട്ടില്ല. എന്തിന്? ഞാൻ പോലും അവരെ തല്ലിയിട്ടില്ല. അത്രയ്ക്ക് അനുസരണയുള്ള കുട്ടികളാവര്. എന്നിട്ട് ഗൂഗിളിന്റെ കാല് തല്ലി ഒടിച്ചിട്ട് ഞാൻ സമാധാനമായിട്ട് ഉറങ്ങണമെന്നാണ് നീ പറയുന്നത്? പറ്റില്ല, എനിക്കത് പറ്റില്ല. ഇതിന്റെ കണക്ക് തീർക്കാതെ എനിക്ക് ഉറക്കം വരില്ല. ഹിറ്റ്ലറെ, നമുക്കിപ്പോ സമയം അത്ര നല്ലതല്ല. അതുകൊണ്ടാ ഇതൊക്കെ സംഭവിക്കുന്നത്. അതുകൊണ്ട് ഞാൻ മിണ്ടാതിരിക്കണം? മിണ്ടാതിരിക്കണമെന്നല്ല ഞാൻ പറഞ്ഞത്. ആ വിഘ്നേഷ് രണ്ടും കൽപ്പിച്ചു തന്നെയാ. അവൻ നേരത്തെ എന്നെ ഫോൺ ചെയ്തായിരുന്നു. നിന്നെ ഫോണിൽ വിളിച്ചോ? എന്നിട്ട് എന്തു പറഞ്ഞു? അത് പിന്നെ പറ, അവൻ എന്താ പറഞ്ഞത്? ഇതൊരു തുടക്കമാണെന്ന് നിങ്ങളോട് പറയാൻ പറഞ്ഞു. ഹിറ്റ്ലറെ, എനിക്ക് പേടിയാവോ? ഇനി അവൻ ഇതുപോലെ നമ്മുടെ ബാക്കിയുള്ള മക്കളെയും എന്തെങ്കിലും ചെയ്യോ? ഹിറ്റ്ലറെ, തൽക്കാലം എടുത്തു ചാടി ഒന്നിനും പോവാൻ നിൽക്കണ്ട. അവനിതിന് തിരിച്ചടി കൊടുക്കുക തന്നെ വേണം. പക്ഷെ അതിന് യുക്തമായൊരു സമയം തിരഞ്ഞെടുക്കണം. എന്നിട്ട് അവനോട് പകരം ചോദിക്കണം. എന്തൊക്കെയാടാ ഇവിടെ നടക്കുന്നേ? ഇന്നേ വരെ ഈ വീട്ടിൽ ആർക്കും നേരെ പുറത്തു നിന്ന് ഒരാളും കൈ ഉയർത്തിയിട്ടില്ലേ. ഇപ്പോ അവൻ എന്റെ കുട്ടിയുടെ കാല് തല്ലി ഒടിച്ചിരിക്കുന്നു. ഇങ്ങനെ പോയാ നിന്റെ മക്കളെ ഓരോരുത്തരെ അവൻ ഇല്ലാതാക്കും. അതിനു മുമ്പ് എന്തെങ്കിലും ചെയ്യണ്ടേ? അമ്മ വിഷമിക്കണ്ട. ചെയ്യേണ്ടതൊക്കെ കൃത്യസമയത്ത് ഞാൻ ചെയ്തോളാം. ഇനി എന്റെ കുട്ടികളിൽ ഒരാളെ പോലും തൊടാൻ അവന് പറ്റില്ല. അതിനു മുൻപ് അവന്റെ എല്ലാ കണക്കുകളും ഞാൻ തീർക്കും. ഇതെന്താ കഞ്ഞിയോ? എനിക്കെന്താ മാറാ രോഗം വല്ലതോണം? എന്റെ പെണ്ണെ, എനിക്ക് വല്ലതും കട്ടിയായിട്ട് കഴിക്കാൻ താ. അങ്ങനെ ഇപ്പൊ കട്ടിയായിട്ടൊന്നും കഴിക്കണ്ട. ഇത് ആശുപത്രിയാ. ഇപ്പൊ ഈ കഞ്ഞി അങ്ങ് കുടിച്ചാൽ മതി. അതിനെന്തിനാ നിന്റെ കണ്ണ് കറയുന്നത്? കരയണ്ട, ഞാൻ കഞ്ഞി കുടിച്ചോളാം. എന്തിനാ ഇങ്ങനെ ആവശ്യമില്ലാതെ വഴക്കിനൊക്കെ പോന്നെ? എന്തെങ്കിലുമൊക്കെ സംഭവിച്ചിരുന്നെങ്കിൽ നമ്മുടെ ജീവിതമല്ലേ ഇല്ലാതാവുന്ന? അതിനൊന്നും സംഭവിച്ചില്ലല്ലോ. പിന്നെ ഈ കാലൊടിഞ്ഞതോ, ഇങ്ങനെ പ്ലാസ്റ്റർ ഒക്കെ ഇട്ട് കിടക്കുന്നതോ, ഇതൊക്കെ ഒന്നും പറ്റാഞ്ഞിട്ടാണോ? താരെ, എനിക്ക് എന്തെങ്കിലും പറ്റിയാ നിനക്ക് സഹിക്കാൻ പറ്റില്ലെന്ന് എനിക്കറിയാം. പക്ഷെ ചില കാര്യങ്ങളിൽ നിന്ന് നമുക്ക് ഒഴിഞ്ഞു മാറി നിൽക്കാൻ പറ്റില്ല. അറിയാതെ നമ്മൾ അതിന്റെയൊക്കെ ഭാഗമായി പോവും. അതെ, ഭാഗമായി പോവും. അന്ന് തല്ലാൻ വന്നിട്ട് വീട്ടിൽ വന്ന് ഞങ്ങളെ കാണാതെ പോയ ആൾക്കാരല്ലേ നിങ്ങൾ മൂന്നുപേരും? അതെ, DK എന്ത് പറഞ്ഞാലും അതനുസരിക്കാൻ ഞങ്ങൾ കടപ്പെട്ടവരാ. അങ്ങനെയാണെങ്കിൽ DK ചാവാൻ പറഞ്ഞാൽ നിങ്ങൾ ചാവുവോ?
ഡി കെ അങ്ങനെ പറയില്ലെന്ന് നിനക്കറിയില്ലേ? നമുക്ക് വേണ്ടി മരിക്കാൻ വരെ ഡി കെ തയ്യാറാ. ഏത് അപകടത്തിന് മുന്നിലും ഡി കെ നമ്മളെ സംരക്ഷിച്ചിട്ടേ ഉള്ളൂ. ആ ഡി കെക്കെതിരെ ഒരുത്തൻ യുദ്ധം ചെയ്യാൻ വന്ന അവനെ നേരിടേണ്ടത് ഞങ്ങളുടെയും കൂടെ കടമയല്ലേ? അതുകൊണ്ടാ അന്ന് ഡി കെയോട് പോലും പറയാതെ ഞങ്ങൾ വന്നത്. പക്ഷേ ഞങ്ങൾ വന്നപ്പോഴേക്കും ഡി കെ ഞങ്ങളെ കണ്ടുപിടിച്ചു, പിന്നെ ഒപ്പം കൂട്ടി. അതും ഞങ്ങൾ ഒരുപാട് നിർബന്ധിച്ചിട്ടാ. ഗോകുലേട്ടന് അതൊക്കെ പറയാം, എന്റെ ഉള്ളു കത്തിയത് എനിക്കേ അറിയൂ. താരെ, ഭാര്യയ്ക്ക് ഭർത്താവിനോടും ഭർത്താവിനും ഭാര്യയോടും തമ്മിൽ ആത്മാർത്ഥമായ സ്നേഹം ഉണ്ടാവണം. പക്ഷേ സ്വന്തം കുടുംബം അതിനേക്കാളൊക്കെ വലുതാണ്. ആ കുടുംബവും അവിടെ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ കൂടി മനസ്സിലാക്കേണ്ട ബാധ്യത നമുക്കുണ്ട്. അപ്പോ ഞാനൊന്നും മനസ്സിലാക്കുന്നില്ലെന്നാണ് ഗോകുലേട്ടൻ പറയുന്നത്? ആ വിഘ്നേശനെ ഇഞ്ചിഞ്ചായിട്ട് കൊല്ലണം തന്നെ എന്റെ മനസ്സില്. പക്ഷെ അതിന്റെ പേരിൽ പ്രതിയായിട്ട് ഗോകുലേട്ടൻ ജയിലിൽ അങ്ങനെ പോയേണ്ടി വന്ന അതെനിക്ക് സഹിക്കാൻ പറ്റില്ല. എനിക്ക് നിങ്ങളില്ലാതെ ജീവിക്കാൻ പറ്റില്ല ഗോകുലേട്ട. നീ പേടിക്കണ്ട, ഇനി നിന്നെ വിട്ട് ഞാൻ എങ്ങും പോകുന്നില്ല. നിന്നോട് പറയാതെ ഒന്നും ചെയ്യുന്നുമില്ല. പോരെ? മതി. കൊല്ലണവനെ. അതെ, അതിക്കുറഞ്ഞ ഒരു ശിക്ഷ അവൻ അർഹിക്കുന്നില്ല. എവിടുന്നോ വന്ന ഒരുത്തൻ ഡി കെ തോൽപ്പിക്കാൻ നമ്മുടെ കുടുംബത്തിനകത്ത് കയറി നമ്മളിൽ ഒരാളെ കൊല്ലാൻ ശ്രമിച്ചു. അവൻ ആരായാലും എത്ര വലിയവനായാലും അവനെ വെറുതെ വിടാൻ പാടില്ല. ഗോകുല് പറഞ്ഞത് കേട്ടോ? ആ മൂർത്തി അവനാ കാല് തല്ലി ഒടിച്ചെന്ന്. വിഘ്നേഷ് അത് കണ്ട് രസിക്കായിരുന്നു. വിഘ്നേഷിന് മാത്രമല്ലല്ലോ, ആ മൂർത്തിക്കുണ്ടല്ലോ നമ്മളോട് പക. നമ്മളിൽ 3 പേരിൽ ഒരാളെ ഇങ്ങനെ ചെയ്തിട്ട് അവനെ രക്ഷപ്പെടാൻ അനുവദിക്കരുത്. ഞാനെല്ലാം കേട്ടു. അവന് തിരിച്ചടി കൊടുക്കണം, ഇല്ലെങ്കിൽ അവൻ ഇനിയും നമുക്ക് നേരെ വരും. പക്ഷെ അത് എടുത്തു ചാടി വേണ്ട, വളരെ ആലോചിച്ചിട്ട് വേണം. ഇനി ആലോചിക്കേണ്ട കാര്യമൊന്നുമില്ല. ഗോകുലിന്റെ ഒരു കാലിന് പകരം അവന്റെ 2 കാലും തല്ലി ഓടിക്കണം, അല്ലെങ്കിൽ കൊല്ലണം അവനെ. നിങ്ങളുടെ മനസ്സിലെ വൈരാഗ്യം എത്രത്തോളം ഉണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ ഒന്ന് നിങ്ങൾ ഓർത്തോ, ഇതുവരെ ഡി കെയുടെ ചിറകിനടിയിൽ നിങ്ങൾ എല്ലാവരും സുരക്ഷിതരായിരുന്നു. പക്ഷെ ഇപ്പോ ആ സുരക്ഷിതത്വത്തിലേക്ക് കടന്ന് നമ്മളെ ഉപദ്രവിക്കാൻ തക്കവണ്ണം ബലമുള്ള ഒരു ശത്രു വന്നിരിക്കുക. അവൻ നമ്മളെ തിരഞ്ഞു പിടിച്ച് ആക്രമിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അതിന് തിരിച്ചടി കൊടുക്കുക തന്നെ വേണം. പക്ഷെ നന്നായിട്ട് ആലോചിച്ചിട്ട് വേണം അതിനിറങ്ങിത്തിരിക്കാൻ. ഞാൻ ഇനിയും ക്ഷമിക്കാനോ? ഹിറ്റ്ലറെ, നിങ്ങൾ എങ്ങോട്ട് പോയി രാത്രി? എങ്ങോട്ടാണെന്നൊക്കെ പറയാം. വടാ. ദേ, വിഘ്നേഷിനെ കൊല്ലാനുള്ള പോക്കാണെങ്കിൽ അത് വേണ്ട. കൊല്ലും കൊലയായിട്ട് ഇനി അങ്ങോട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കണ്ട. പിന്നെ എന്ത് ചെയ്യണമെന്നാ നീ പറയുന്നത്? ഗോകുലിനെ ഇത്രയും ചെയ്ത് അവനോട് പോയി സമാധാനം പറയണമെന്നാണോ? സമാധാനം പറയണമെന്നല്ലല്ലോ ഞാൻ ഉദ്ദേശിച്ചത്. അവന് തിരിച്ചടി കൊടുക്കണം തന്നെയാ. പക്ഷെ അത് കുറച്ചുകൂടി കഴിഞ്ഞിട്ട് പോരെ? നോ, ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് ചെയ്തിരിക്കണം. അല്ലെങ്കിൽ പിന്നീട് അത് ഒരിക്കലും നമുക്ക് ചെയ്യാൻ കഴിഞ്ഞെന്ന് വരില്ല. ഈ കാര്യത്തിൽ നിന്റെ ഉപദേശം വേണ്ട. ശ്രീറാം, വാ. ഹിറ്റ്ലറെ, ശ്രീ, കൊള്ളാം കൊള്ളാം മൂർത്തി. ഡി കെക്ക് ഇതിനേക്കാളും വലിയൊരു അടി കിട്ടാനില്ല. ഡി കെയുടെ ചങ്കിലിപ്പോ ചോര പൊടിഞ്ഞു കാണും. നിങ്ങൾ രണ്ടുപേരും കൂടി ഇങ്ങനെ ചിരിച്ചോണ്ടിരുന്നോ? എത്രയും വേഗം ഇവിടുന്ന് സ്ഥലം വിടുന്നതാ നല്ലത്. മതമിളകിയ കൊമ്പനെ പോലെ അയാൾ പാഞ്ഞു വരും. അയാള് വളർത്തിയ മക്കളിൽ ഒരുത്തന്റെ കാല് തല്ലി ഓടിച്ചിട്ട് നമുക്കങ്ങനെ രക്ഷപ്പെട്ടു പോകാൻ പറ്റുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? സാറേ, നമുക്ക് ഈ കളി ഇവിടെ നിർത്താം. ഇനി നമുക്ക് ഇവിടെ നിന്ന് പോവാം. എടോ, താൻ എന്തിനാടോ ഇങ്ങനെ പേടിക്കുന്നത്? ഒരു ഡി കെയും ഒന്നും ചെയ്യില്ല. ഇതോടെ അവന് മനസ്സിലായി കാണും വിഘ്നേഷിനോട് കളിച്ചാലുള്ള അവസ്ഥ എന്താണെന്ന്.
അവിടെ നിൽക്കുക, ഞാനിപ്പോ വരാം. ഡോ, എന്നാ പിന്നെ നമുക്ക് ഇറങ്ങിയാലോ? മൂർത്തി, ഇറങ്ങട്ടെ? ആടോ. നീ എന്റെ കുട്ടിയുടെ കാല് തല്ലി ഓടിക്കും അല്ലടാ? നീ പകരം ചോദിക്കാൻ വന്നാണോ? മൂർത്തി, നിന്നോട് ക്ഷമിക്കാനുള്ളതിന്റെ അങ്ങേ അറ്റം വരെ ഞാൻ ക്ഷമിച്ചു. നീയും കൂടെ ചേർന്ന് എന്റെ വീട്ടിലുള്ള ഒരാളെ തട്ടിക്കൊണ്ടുപോയി ഉപദ്രവിച്ചു. ഇപ്പൊ നീ എന്റെ കുട്ടിയുടെ കാല് തല്ലി ഓടിച്ചു. ഇതൊക്കെ അങ്ങ് ക്ഷമിക്കാൻ മാത്രം എനിക്ക് അത്രയ്ക്ക് വലിയ വിശാലമായ മനസ്സൊന്നുമില്ല. ഏത് കോടതിയിൽ നിന്നും ചിലപ്പോൾ നീ രക്ഷപ്പെട്ടെന്ന് വരും. പക്ഷേ എന്റെ കയ്യിൽ നിന്ന് നീ ജീവിതത്തിൽ രക്ഷപ്പെടില്ല. നിന്നെ എന്ത് ചെയ്യണമെന്ന് ഞാൻ തീരുമാനിക്കും. നീ പറഞ്ഞത് ശരിയാ. അവന്റെ കാല് തല്ലി ഓടിച്ചത് ഞാനാ. നീ ഓർക്കുന്നുണ്ടോ ഒരിക്കൽ ആ റെസ്റ്റോറന്റിന്റെ മുറ്റത്ത് നിന്ന് എന്നെ ചവിട്ടി പുറത്താക്കിയത്? നീ എന്റെ മുന്നിൽ വന്ന് കരഞ്ഞു നിൽക്കുന്ന ഒരു ദിവസം അന്ന് ഞാൻ സ്വപ്നം കണ്ടതാ. ആ ദിവസമായിന്ന്. സ്വന്തം പിടിപ്പുകേട് കൊണ്ടും അഹങ്കാരം കൊണ്ടും എന്റെ പാർട്ട്ണർഷിപ്പിൽ നിന്നും പുറത്തു പോയവനാ നീ. എന്നിട്ടും നിനക്ക് ഞാൻ സഹായം മാത്രമേ ചെയ്തിട്ടുള്ളൂ. പക്ഷെ നീ എന്നെ ദ്രോഹിച്ചു, ഒരുപാട് ദ്രോഹിച്ചു. ഇത് പക്ഷെ ഞാൻ സഹിക്കില്ല. ബാലു, എന്നെ ഒന്നും ചെയ്യരുത് ശ്രീറാം. പ്ലീസ്, എന്നെ ഒന്നും ചെയ്യരുത്. എന്നെ ഒന്നും ചെയ്യരുത്. വേണ്ട വേണ്ട. എല്ലാം വിഘ്നേഷ് പറഞ്ഞിട്ടോ. മതിയടാ. അയ്യോ അയ്യോ അയ്യോ, പതുക്കെ. അയ്യോ, എനിക്ക് വേദനിക്കുന്നേ. അയ്യോ, എന്റെ പൊന്നു സിസ്റ്ററെ, എനിക്ക് എന്തെങ്കിലും ഒരു ഇഞ്ചക്ഷൻ തായോ. എനിക്ക് വേദനിക്കുന്നേ. അയ്യോ. ആവശ്യത്തിനുള്ള ഇഞ്ചക്ഷൻ ഒക്കെ തന്നിട്ടുണ്ട്. ഇനിയൊന്നും തരാൻ പറ്റില്ല. തന്റെ കയ്യിലിരിപ്പിനായിരിക്കും ഇതൊക്കെ കിട്ടിയത്. അവിടെ കിടക്ക്. അല്ല, തന്റെ കൂടെ ആരുമില്ലേ? ഇല്ല സിസ്റ്ററെ, എന്റെ കൂടെ ആരുമില്ല. എന്നെ ഇട്ടച്ച് പോലെ സിസ്റ്ററെ. മര്യാദയ്ക്ക് അവിടെ കിടന്നോ. ഡ്രിപ്പ് തീരുമ്പോ വന്ന് നോക്കാം. വാ സിസ്റ്ററെ. സിസ്റ്ററെ, അയ്യോ അയ്യോ സിസ്റ്ററെ. ഓ,
ആഹാ, അവന്റെ ഒരു കിടപ്പ് കണ്ടില്ലേ? ഇപ്പൊ താരേച്ചി കണ്ടില്ലേ, ഗൂഗിളിന്റെ ഒരു കാലിന് പകരം ഇവന്റെ 2 കാലും തല്ലി ഓടിച്ചില്ലേ? ഇനി ആ വിഘ്നേഷിന്റെ 2 കാലും കൂടി തല്ലി ഓടിക്കണം. എന്താ മൂർത്തി, എല്ലൊടിയുന്നതിന്റെ വേദനയുടെ സുഖം ഇപ്പൊ നിനക്ക് മനസ്സിലായോ? ഇവന്റെ കാല് നീ തല്ലി ഓടിച്ചപ്പോ നീ എന്ത് കരുതി? ഞങ്ങൾ ആരും പ്രതികരിക്കില്ലെന്നോ? അതോ നിനക്ക് വിഘ്നേഷിന്റെ തണലിൽ അങ്ങ് രക്ഷപ്പെട്ടു പോകുന്നു? നീ എവിടെ പോയി ഒളിച്ചിരുന്നാലും ഞങ്ങൾ നിന്റെ ഈ കാല് ഇതുപോലെ തല്ലി ഓടിച്ചാനെ. മൂർത്തി, വേദനിക്കുന്നുണ്ടോ നിനക്ക്? ഉണ്ടോ? ഇപ്പൊ എങ്ങനെ, നല്ല സുഖമുണ്ടോ? അപ്പൊ നിനക്ക് വേദനിക്കും അല്ലേ? ഇപ്പൊ എങ്ങനെയുണ്ടോടാ മൂർത്തി? നിനക്ക് വേണമെങ്കിൽ ഞാനും കൂടെ കൂട്ടിരിക്കാം. എന്താ വേണോ? അയ്യോ വേണ്ടായേ, നിങ്ങളൊന്ന് പോയാ മതി. ഇനി ഞാൻ ഒരു ശല്യത്തിനും വരില്ല. നിങ്ങളൊന്ന് പോ. അയ്യോ എടാ മൂർത്തി, DK നിന്നെ ഒരുപാട് തവണ വെറുതെ വിട്ടതാ. ഓരോ തവണയും വീണ്ടും വീണ്ടും കൂടുതൽ ശത്രുതയോടെ നീ DKക്ക് നേരെ വന്നു. അയ്യോ, പക്ഷേ ഇത്തവണ ആ വിഘ്നേഷിന്റെ കൂടെ ചേർന്ന് നീ എന്റെ കാലടിച്ചോടിച്ചു. അതിനുള്ള ശിക്ഷയാളാ നീ ഇപ്പൊ ഈ കിടക്കുന്നത്. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് നിനക്ക് തൃശ്ശൂർ പൂരാ. എന്നെ ഒന്നും ചെയ്യില്ലേ? ഇതിനകത്ത് വെച്ച് വേണേ നിന്നെ തീർക്കാം. പക്ഷേ ഇപ്പോഴും ഞങ്ങൾ നിന്നെ വെറുതെ വിടുക. ഇനി മേലിൽ ഞങ്ങളുടെ ശത്രുക്കളുടെ കൂടെ ചേർന്ന് ഞങ്ങൾക്ക് നേരെ വന്നാൽ കാലായിരിക്കില്ല, നിന്റെ തല തന്നെ ഞങ്ങൾ ചെത്തിക്കളയും. മനസ്സിലായടാ? എന്റെ പൊന്നുമക്കളെ, ഞാൻ സത്യം പറഞ്ഞതാ. ഇനി ഞാൻ ഒന്നിനുമില്ല. ഇനി ഞാൻ ആ വിഘ്നേഷിനെ കാണത്തു പോലുമില്ല. സത്യം, എന്നെ വിശ്വസിക്കുക. ഞാനിനി നിങ്ങളോട് ഒന്നിനും വരില്ല. എന്നെ ശല്യപ്പെടുത്താതെ നിങ്ങളൊന്ന് പോ. എനിക്ക് വേദനിച്ചാലും ഞാനിവിടെ കിടന്നോളാം. നിങ്ങളൊന്ന് പോ. അയ്യോ, എനിക്ക് വേദന എടുത്ത് ചാകുന്നേ. സിസ്റ്ററെ, എനിക്ക് ഉറങ്ങാൻ എന്തെങ്കിലും ഇഞ്ചക്ഷൻ തായോ? ഇതുപോലുള്ള തിരിച്ചടി നിനക്ക് ഇനിയും കിട്ടും. അതുകൊണ്ട് മേലിൽ DKയുടെ വീടിന് നേരെ വന്നു പോരുത്. ഇല്ല. വന്നാ പിന്നെ നീ തിരിച്ചു പോവില്ല. ഓർത്തോ? വാ പോവാം. എന്റെ കുട്ടിയുടെ ദേഹത്ത് കൈവച്ചിട്ട് അവനെ പിന്നെ വെറുതെ വിടണോ? ഇത്രയും ചെയ്താ പോരായിരുന്നു അവനെ. എന്തോ അപകടം പറ്റിയതാണെന്ന് മൂർത്തി പോലീസിന് കൊടുത്ത മൊഴി. അതുകൊണ്ട് തൽക്കാലം നമ്മൾ രക്ഷപ്പെട്ടു. അങ്ങനെ അവൻ മൊഴി കൊടുത്തില്ലെങ്കിലും എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഇതിന്റെ പേരിൽ എന്തു വന്നാലും അതൊക്കെ നേരിടാൻ ഞാൻ തയ്യാറാണ്. DK, കാര്യങ്ങൾ ഇങ്ങനെ വൈകാരികമായിട്ട് കാണരുത്. കുറച്ചുകൂടെ പ്രാക്ടിക്കലായിട്ട് കാണണം. വിഘ്നേഷ് നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരാളല്ല. വലിയ അപകടകാരിയാ. എനിക്കറിയാം. ഒറ്റയ്ക്കൊറ്റയ്ക്ക് എന്റെ കുട്ടികളെ വേട്ടയാടി പിടിക്കാൻ അവന്റെ ഭാവം. പക്ഷേ അതിന് ഞാൻ അനുവദിക്കില്ല. ഇനി എന്തെങ്കിലും അവന്റെ ഭാഗത്തുനിന്നൊരു നീക്കം ഉണ്ടായാൽ ഞാൻ ആരാണെന്ന് അവൻ ശരിക്കും അറിയും. DK, അവൻ ആകെ ഭ്രാന്ത് പിടിച്ചിരിക്കുക. മുകളിൽ ആകാശവും താഴെ ഭൂമി എന്നുള്ള നിലയിൽ അവൻ നടക്കുന്നത്. അതുപോലെ അല്ല താൻ. അത് ഓർമ്മ വേണം. തനിക്കൊരു കുടുംബമുണ്ട്. ആ കുടുംബത്തിനകത്ത് തനിക്കൊരു ഭാര്യയുണ്ട്, അമ്മയുണ്ട്, മറ്റു ബന്ധുക്കളുണ്ട്. അവർക്കൊക്കെ താനേ ഉള്ളൂ. വിഘ്നേഷിന് അതുപോലെ അല്ല. അവനൊന്നും നോക്കാനില്ല. തന്റെ മക്കളുടെയും മരുമക്കളുടെയും എല്ലാം സുരക്ഷ ഉറപ്പാക്കണം. അതുകൊണ്ട് സൂക്ഷിച്ചേ ഓരോ കാര്യങ്ങളും ചെയ്യാവൂ. താൻ എന്താ ഈ പറഞ്ഞു വരുന്നത്? ഞാൻ ഇനിയും ക്ഷമിക്കാനോ? എന്റെ കുട്ടിയെ ഈ പരുവത്തിലാക്കിയിട്ട് ഇനിയും ഞാൻ അടങ്ങിയിരിക്കണമെന്നാണോ നിങ്ങൾ പറഞ്ഞു വരുന്നത്? അടങ്ങിയിരിക്കണമെന്നല്ല, പക്ഷേ ഈ പ്രശ്നത്തിന് എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാക്കിയേ പറ്റൂ. എന്ത് പരിഹാരം? ഇതിനൊരു പരിഹാരം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ എന്ത് ചെയ്യാനാ ഉദ്ദേശം? ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലിച്ചാവാനോ? വിഘ്നേഷ് ഗോകുലിന്റെ കാല് തല്ലി ഓടിച്ചു. പകരം നിങ്ങൾ മൂർത്തിയുടെ കാല് തല്ലി ഓടിച്ചു. നാളെ ഇനി വിഘ്നേഷ് ആരെങ്കിലും കൊലപ്പെടുത്തിയ തിരിച്ചവരെയും കൊലപ്പെടുത്തുവോ? ഇങ്ങനെ കൊന്നും തിന്നും പോകാനാണോ ഉദ്ദേശം? പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കിട്ടിക്കേ. ആരെങ്കിലും ഇടപെടുത്തി വിഘ്നേഷുമായി സംസാരിച്ച് ഈ പ്രശ്നം സെറ്റിൽ ചെയ്യണം. എങ്കിലേ ഇനി മുന്നോട്ട് പോകാൻ പറ്റൂ. താൻ എന്താ ഉദ്ദേശിക്കുന്നത്?
ഒത്തുതീർപ്പിലെത്താനോ? കൊള്ളാം. അവനുമായിട്ട് ഒരു ഒത്തുതീർപ്പ് ചർച്ചയ്ക്കും ഞാൻ തയ്യാറല്ല. ഞാൻ അവനെ അങ്ങോട്ട് ദ്രോഹിക്കാനൊന്നും പോയിട്ടില്ല. ഒരു പെൺകുട്ടി അവളുടെ ജീവിതത്തിന് വേണ്ടി യാചിച്ചപ്പോൾ അവളെ രക്ഷിക്കാൻ ശ്രമിച്ചു. അതുകൊണ്ട് അവൾ ഇപ്പോഴും ജീവനോടെ ഇരിക്കുന്നു. ഡികെ, പണം നഷ്ടപ്പെട്ടാൽ ചിലപ്പോൾ ആളുകൾ സഹിക്കും. കൂടപ്പിറപ്പുകളോ അച്ഛനോ അമ്മയോ മരിച്ചുപോയാൽ പോലും ചിലപ്പോൾ ആളുകൾ സഹിച്ചെന്ന് വരും. പക്ഷേ ഒരിക്കലും സഹിക്കാത്ത ഒന്നുണ്ട്: സ്വന്തം അഭിമാനം. ആരെങ്കിലും അതിൽ കയറി തോണ്ടിയ മറ്റുള്ളവരുടെ മുമ്പിൽ സ്വന്തം അഭിമാനം നഷ്ടപ്പെട്ട് അപമാനിതനായി നിൽക്കേണ്ടി വന്നാൽ അങ്ങനെയുള്ളവർ ലോകത്തൊന്നിനോടും ക്ഷമിക്കില്ല. ഇപ്പൊ വിഘ്നേഷ് ചെയ്തുകൊണ്ടിരിക്കുന്നതും അത് തന്നെയാണ്. അവനെ മെരുക്കാൻ പ്രാക്ടിക്കലായി എന്തെങ്കിലും കാര്യങ്ങൾ തീരുമാനിച്ചേ പറ്റൂ. അവന്റെ അഭിമാനത്തിന് വേണ്ടി ഒരു പാവം പെൺകുട്ടിയുടെ ജീവൻ ബലി കൊടുക്കണമായിരുന്നു. താൻ പറഞ്ഞു വരുന്നത് അതാണോ?